ജി സുധാകരന്റെ കാര്യത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് സജിത്ത് സൂചിപ്പിക്കേണ്ടത്. അതായത് നമുക്കറിയാം ജി സുധാകരനെ കാണാനായി മുഖ്യമന്ത്രി എത്തിയിരുന്നു, CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി എത്തിയിരുന്നു. ഇവർ വന്ന് കണ്ടുപോയതിനു ശേഷമാണ് സുധാകരനെ ജില്ലയിലെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പിന്റെ നിയന്ത്രണ കമ്മിറ്റി, ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലേക്ക് സുധാകരൻ വരണം എന്നുള്ള ഉത്തരവ് വരുന്നത്. അത് ഒരിക്കലും ആലപ്പുഴയിലെ പാർട്ടി നേതൃത്വത്തിന്റെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് സംസ്ഥാന നേതൃത്വം നേരിട്ട് ഇടപെട്ടിട്ടാണ് അങ്ങനെ ഒരു. ഞാൻ ഈ തോമസ് ഐസക്കിന്റെ കാര്യം ചോദിച്ചത്, തോമസ് ഐസക്ക് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ മത്സരിച്ചേക്കാം എന്ന ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈ ആന്റണി രാജു ഒഴിയുന്ന സാഹചര്യത്തിൽ. അപ്പോൾ ആലപ്പുഴയ്ക്ക് വേണ്ടി തന്നെ സമ്മർദ്ദം ഉയർത്തുമ്പോൾ ഐസക് എന്തായാലും ഇലക്ഷൻ രംഗത്തുണ്ടാകും ഏറെക്കുറെ ഉറപ്പാണ്. അപ്പോൾ ഐസക് ഈ CPMന്റെ ക്യാമ്പയിൻ ഉണ്ടല്ലോ, ഗൃഹസന്ദർശനം പോലെയുള്ള ക്യാമ്പയിനിൽ ആലപ്പുഴ ജില്ലയിൽ തന്നെയാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തോമസ് ഐസക് പ്രത്യേകിച്ച് ആലപ്പുഴ മണ്ഡലത്തിന്റെ തീരദേശ മേഖലകളിൽ അദ്ദേഹം അത്തരത്തിൽ ഗൃഹസന്ദർശനം അടക്കമുള്ള ക്യാമ്പയിനുകൾ തുടങ്ങിയിട്ടുണ്ട്. വലിയ സ്വീകാര്യത ലഭിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഓരോ വീടുകളിലും കയറി ഇറങ്ങി എന്ത് സംഭവിക്കുന്നു, താഴെ തട്ടിലുള്ള പ്രവർത്തകരുടെ അല്ലെങ്കിൽ താഴെ തട്ടിലുള്ള നേതാക്കന്മാരും നിന്നും എന്തുകൊണ്ടാണ് നിങ്ങളൊരു മൗനം പാലിക്കുന്നതെന്നുള്ള ചോദ്യം കൃത്യമായി ഉന്നയിച്ചുകൊണ്ട് ഇന്നലെ ഐസക് ആലപ്പുഴ മണ്ഡലത്തിന്റെ തീരദേശ മേഖലകൾ, കോർത്തശ്ശേരി അടക്കമുള്ള തീരദേശ മേഖലകൾ കയറി ഇന്നലെ മുഴുവൻ ആലപ്പുഴയിലെ ഭവന സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം സമയം ചിലവഴിച്ചത് എന്നുള്ളതാണ്. ആലപ്പുഴ മണ്ഡലത്തിലായിരുന്നു തോമസ് ഐസക് ഉണ്ടായിരുന്നത്. തോമസ് ഐസക്കിനോടൊപ്പം പ്രാദേശിക പാർട്ടി പ്രവർത്തകരും ഉണ്ടായിരുന്നു. ഐസക്കിന്റെ നേതൃത്വത്തിൽ ഓരോ വീടുകളിലും കയറി ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ടുള്ള ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് ആലപ്പുഴ മണ്ഡലത്തിൽ എന്നുള്ളതാണ്. ഭവന സന്ദർശനം ഓരോ നേതാക്കന്മാർക്കും ഓരോ എടുത്ത് ചുമതലയുണ്ട് എന്ന് പറയുമ്പോൾ പോലും തോമസ് ഐസക്കിന് ആലപ്പുഴ മണ്ഡലത്തിലാണ് തോമസ് ഐസക്കിന്റെ ഭവന സന്ദർശനം അടക്കമുള്ള കാര്യങ്ങൾ ആരംഭിച്ചത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒരു പക്ഷേ ഐസക് മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് ആലപ്പുഴയിലേക്ക് തന്നെ, കാരണം ദീർഘകാലമായി അദ്ദേഹം ആലപ്പുഴ ജില്ലയിൽ നിന്ന് പ്രവർത്തിക്കുകയും കൊണ്ടുവച്ച പ്രോജക്റ്റുകൾ പലതും ഇപ്പോഴും പകുതിക്ക് നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നിൽക്കുന്നു, അത് പൂർത്തീകരിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് കഴിഞ്ഞ ഒരു ടേമിന്റെ കണക്ക് പരിശോധിച്ചാൽ തന്നെ സിറ്റിംഗ് MLA മാർ ഉദ്ഘാടനം ചെയ്ത പ്രോജക്റ്റുകൾ എല്ലാം തന്നെ ഒന്നാം പിണറായി സർക്കാരിന്റെ പദ്ധതികളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പുതിയ ആളുകൾ എന്തു കൊണ്ടുവന്നു എന്നുള്ള ചോദ്യം ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി അത്രമേൽ ഭംഗിയായി CPMന് നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല. മറ്റൊന്ന്, ഈ രണ്ടു പേർ മാറി നിന്നത് ആലപ്പുഴ ജില്ലയിൽ വലിയ തോതിൽ ക്ഷീണം ഉണ്ടാക്കി എന്നുള്ള ഒരു വിലയിരുത്തൽ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ട്. ഒപ്പം തന്നെ ഭരണവിരുദ്ധ വികാരങ്ങളോ മറ്റു കാര്യങ്ങളോ ബാധിക്കാത്ത ഷുവർ സീറ്റുകളായ രണ്ടാളുകളാണ് ജി സുധാകരനും തോമസ് ഐസക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ പേരുകൾ പരിഗണനയിലേക്ക് വരുന്നു എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ തന്നെ പ്രാദേശികമായി ഇവർ വരണമെന്നുള്ള ആവശ്യം കൂടി ഉയരുകയാണ്. ശരി, അതാണ് സാഹചര്യം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ആലപ്പുഴയിൽ നിന്നുണ്ടാവുക. ശരണ്യ, തുടരുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ജി സുധാകരൻ വീണ്ടും CPMന്റെ ചുമതലകളിലേക്ക് വരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം CPM കേന്ദ്രങ്ങളെ സംബന്ധിച്ച്, പഴയ CPMകാരെ സംബന്ധിച്ച് വലിയ ആവേശം കൊള്ളിക്കുന്ന ഒരു വാർത്തയാണ്. ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം വഹിക്കുന്ന ഒരു 6-അംഗ സമിതിയിലേക്ക് സുധാകരനെ കൂടി ഉൾപ്പെടുത്തി എന്ന വാർത്തയാണിപ്പോൾ ആലപ്പുഴയിൽ നിന്ന് പുറത്തു വരുന്നത്. അതായത് സുധാകരൻ, ഇത്തരമൊരു പരിഗണന സുധാകരൻ കിട്ടുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ അദ്ദേഹത്തെ സന്ദർശിച്ചു. അതിനുശേഷമാണ് ഇത്തരമൊരു നിർദ്ദേശമുണ്ടാകുന്നത്. അതായത് 5 വർഷത്തിനിടയിൽ ഒരു നിർണായകമായ ചുമതലയിലേക്ക് സുധാകരൻ എത്തുന്നു എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ സുധാകരൻ മാറി നിന്നു എന്നത് വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പം CPMൽ ഉണ്ടായതാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയുമായി ഉണ്ടായിരുന്ന ഒരു അകൽച്ച പിന്നീട് വളർന്നു മാറുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം CPM വിടുന്നു, ബന്ധം ഉപേക്ഷിക്കുന്നു എന്ന തരത്തിൽ പോലും ആക്ഷേപം ഉണ്ടായപ്പോൾ സുധാകരൻ പൊതുവേദിയിൽ വന്ന് പറയുന്നു, ഇല്ല, താൻ പാർട്ടിക്കാരൻ തന്നെയാണ്, അങ്ങനെയെങ്കിലും ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. സുധാകരനെതിരെ പാർട്ടിയിൽ നിന്ന് തന്നെ ചില വിഭാഗങ്ങൾ സൈബർ ആക്രമണം നടത്തുന്നു. ഇതിലൊക്കെ അദ്ദേഹത്തിന് ആക്ഷേപമുണ്ട്. സർക്കാരിനെതിരായ ചില വിമർശനങ്ങൾ അദ്ദേഹം നടത്തി. ഇതിനിടയിൽ കോൺഗ്രസിൻ്റെ ചില വേദികളിൽ അദ്ദേഹം പങ്കെടുത്തു. അപ്പോൾ ഇത് വലിയ തരത്തിലുള്ള വിവാദങ്ങളൊക്കെ അന്ന് ഉണ്ടാക്കിയതാണ്. നമുക്ക് നോക്കാം സുധാകരൻ്റെ തിരിച്ചുവരവ്, അതുണ്ടാക്കുന്ന രാഷ്ട്രീയ മാറ്റം എങ്ങനെയെന്നത്. ആദ്യം നോക്കാം സുധാകരനും പാർട്ടി നേതൃത്വവും തമ്മിലുള്ള ആ അകൽച്ച
ആരംഭിക്കുന്നത് എങ്ങനെ, എന്തായിരുന്നു ആ സാഹചര്യം എന്നതും കൂടി നമുക്ക് പരിശോധിക്കാം. സുധാകരൻ്റെ ഈ തിരിച്ചുവരവ് എങ്ങനെ സംഭവിക്കുന്നു, സുധാകരനും പാർട്ടി നേതൃത്വവും തമ്മിലുള്ള അകൽച്ച ഉണ്ടായത് എങ്ങനെയെന്നത് നമുക്ക് നോക്കാം. യെസ്, അതിലേക്ക് നമുക്ക് വരുമ്പോൾ ആദ്യം സ്ഥാനാർത്ഥിത്വം കിട്ടാത്തത് മുതൽ, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തത് മുതൽ പാർട്ടിയുമായുള്ള ഒരു അകൽച്ച സുധാകരൻ തുടങ്ങിയതാണ്. സുധാകരന് നിയമസഭയിൽ വീണ്ടും മത്സരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ആഗ്രഹം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് സീറ്റ് കിട്ടാതെ, അതായത് മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തുക, ടേം വ്യവസ്ഥയിൽ മാറ്റി നിർത്തുക, ഏജ് ലിമിറ്റ് കൊണ്ടുവരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ചില പാർലമെൻ്ററി മോഹങ്ങൾ ഉണ്ടായിരുന്നു എന്ന ചില സൂചനകൾ ഉണ്ടായിരുന്നു. എന്തായാലും അപ്പോൾ മുതൽ തന്നെ ഒരു അകലം ആരംഭിച്ചു എന്നതാണ് സാഹചര്യം. പിന്നീട് സംഭവിച്ചത്, അദ്ദേഹം ഈ അമ്പലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിൻ്റെ പ്രചരണ രംഗത്ത് അത്ര സജീവമായില്ല എന്നൊരു ആക്ഷേപം കൂടി അന്ന് സുധാകരൻ നേരിട്ടു. പ്രചരണ രംഗത്ത് നമുക്കറിയാം, ആലപ്പുഴയിൽ നിന്ന് ഐസക് ഒഴിഞ്ഞതാണ്, പക്ഷേ ഐസക് പ്രചരണ രംഗത്ത് സജീവമായി ഉണ്ടായിരുന്നു. പക്ഷേ അമ്പലപ്പുഴയിൽ പ്രചരണ രംഗത്ത് അത്ര കണ്ട് സജീവമായിരുന്നില്ല ജി സുധാകരൻ എന്ന ആക്ഷേപം അദ്ദേഹം നേരിട്ടു. ഇതിനിടയിൽ മറ്റു ചില ആക്ഷേപങ്ങൾ കൂടി അദ്ദേഹത്തിനെതിരെ ഉണ്ടാവുകയും അത്ര നീക്കങ്ങളും ഉണ്ടായി. മറ്റൊന്നുമല്ലാതെ അന്ന് പൊതുമരാമത്ത് വകുപ്പിനെ വിമർശിച്ചുകൊണ്ട് ഐസക് നടത്തിയ ചില വിമർശനങ്ങളാണ്. നമുക്കറിയാം, മുൻ PWD മിനിസ്റ്ററാണ് ജി സുധാകരൻ. അന്നത്തെ തൻ്റെ പ്രവർത്തനങ്ങളുമായി താരതമ്യപ്പെടുത്തി ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെ അദ്ദേഹം വെച്ചപ്പോൾ ചില വിമർശനങ്ങളായി മാറി. അത് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയും സർക്കാരിനെതിരായ ചില വിമർശനങ്ങൾ കൂടിയായി മാറി എന്നതാണ് സാഹചര്യം. അപ്പോൾ ഐസക് ജി സുധാകരൻ ഉയർത്തിയ വിമർശനങ്ങൾ ആ തരത്തിൽ കൂടി പൊതുമരാമത്ത് വകുപ്പിനെതിരെയും രംഗത്തി വന്നു. ഇതിനിടയിൽ അദ്ദേഹം പാർട്ടി നേതൃത്വത്തെ കൂടി വിമർശനത്തിൽ വരുന്നു. കാരണം മുൻകാല പ്രവർത്തനങ്ങളും ഒക്കെ മുഖ്യമന്ത്രിയൊക്കെ പരോക്ഷമായി വിമർശിക്കുന്ന രീതിയും ഭരണത്തെയും പാർട്ടി നേതൃത്വത്തെയും ഒക്കെ വിമർശിക്കുന്ന ചില ശൈലികളും രീതിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. തീരുന്നില്ല, കോൺഗ്രസിൻ്റെ വേദികളിലും അദ്ദേഹത്തിന് സാന്നിധ്യമുണ്ടാകുന്നു. കോൺഗ്രസിൻ്റെ വേദികളിലും അദ്ദേഹം വരുന്നു, പങ്കെടുക്കുന്നു. ഉദാഹരണം, തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് കോൺഗ്രസ് പ്രവർത്തകർ അവാർഡ് നൽകുന്നു. കോൺഗ്രസ്സുകാർ ജി സുധാകരനെ പുകഴ്ത്തി രംഗത്ത് വരുന്നു. സുധാകരനാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നു. സുധാകരൻ പുറത്തേക്ക് വരണം, കോൺഗ്രസ് വേദികൾ കോൺഗ്രസ് പാർട്ടിക്കാരനാവണമെന്ന ആവശ്യം വരുന്നു. ഇങ്ങനെ പല സുധാകരനെ പുകഴ്ത്തിക്കൊണ്ടുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ അതിനൊക്കെ ഒടുവിൽ മറ്റൊരു സസ്പെൻസിലേക്കാണ് ഇത് പോകുന്നത് എന്നതാണ് സാഹചര്യം. ശരണ്യ സ്നേഹജൻ തുടരുന്നു. ശരണ്യ, വളരെ സുപ്രധാനമായൊരു നീക്കമാണ്. എന്തുകൊണ്ട് ജി സുധാകരനെ CPM ചേർത്ത് നിർത്തുന്നില്ല എന്ന ചോദ്യം രാഷ്ട്രീയ നിരീക്ഷകർക്ക് പൊതുവിലുണ്ടായിരുന്നു. കാരണം ഈ ഒരു ക്രൈസിസ് പീരീഡിൽ ഒരു തുറുപ്പ് ചീട്ടാണല്ലോ ജി സുധാകരൻ. പ്രത്യേകിച്ച് കോൺഗ്രസ് പുകഴ്ത്തിയ ഒരാളെ ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വന്നാൽ തള്ളിക്കളഞ്ഞ് നിലപാടെടുക്കാൻ അവർക്ക് കഴിയുമോ എന്ന മറ്റൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് സുധാകരനെ വീണ്ടും CPM മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നത്? സജിത്ത്, സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ജനകീയത തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ആലപ്പുഴയിലെ മത്സരിച്ചാൽ ഒരു ഷുവർ സീറ്റാണ് ജി സുധാകരൻ എന്നുള്ളതിനകത്ത് ആർക്കും തർക്കമില്ല. കാരണം ഈ പറഞ്ഞ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ എതിർപ്പോ അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങളുടെ എതിർപ്പോ അത്തരം കാര്യങ്ങളൊന്നും ബാധിക്കാത്ത, ഭരണവിരുദ്ധ വികാരങ്ങളൊന്നും ബാധിക്കാത്ത രീതിയിൽ കയറിപ്പോകാൻ കഴിയുന്ന ഒരു വലിയ, നേരത്തെ സജിത്ത് സൂചിപ്പിച്ചത് തന്നെ, തുറുപ്പ് ചീട്ടാണ് ജി സുധാകരൻ എന്നുള്ളതാണ്. പക്ഷേ ജി സുധാകരൻ കാലയളവിൽ അദ്ദേഹം പല കാര്യങ്ങളും ഉന്നയിച്ച പല വിഷയങ്ങളിലും പാർട്ടിയുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് ജില്ലയിലെ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു നടപടി ഉണ്ടാവാത്ത ഘട്ടത്തിൽ അദ്ദേഹം പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. നമുക്കറിയാം, കഴിഞ്ഞ ഒരു കാലയളവിൽ 5 വർഷ കാലയളവിൽ ഉയർന്നു വന്ന ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കായിരുന്നു പൊളിറ്റിക്കൽ ക്രിമിനലിസം എന്ന ജി സുധാകരൻ്റെ ഏറ്റവും വലിയ ആരോപണം. ആലപ്പുഴയിൽ പൊളിറ്റിക്കൽ ക്രിമിനലുകളാണ് ഇപ്പോൾ നയിക്കുന്നത് എന്നുള്ള രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ ഉന്നയിച്ചു. ഒരു പരിധിക്കപ്പുറത്തേക്ക് സുധാകരനെ അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച് ട്രിഗർ ചെയ്യുന്ന, വലിയ രീതിയിൽ അദ്ദേഹത്തെ ട്രിഗർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ജില്ലാ നേതൃത്വം മൗനം പാലിച്ചപ്പോൾ വലിയ പൊട്ടിത്തെറിയായി സുധാകരൻ്റെ ഭാഗത്തുനിന്ന് പല പ്രതികരണങ്ങളും പുറത്തേക്ക് വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അവിടെയൊക്കെ അങ്ങനെ ഒരു ഘട്ടത്തിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ചർച്ചകൾ, ജി സുധാകരൻ പാർട്ടി വിടുമോ അല്ലെങ്കിൽ മറ്റ് ലക്ഷ്യങ്ങളാണോ അദ്ദേഹത്തിൻ്റെ നീക്കത്തിന് പിന്നിൽ എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ സജീവമായി നിൽക്കുന്നതിനിടയിലാണ് ഈ ദേവസ്വം വിഷയത്തിലടക്കം ജി സുധാകരൻ വിമർശനങ്ങൾ ഉന്നയിച്ചു. ശബരിമല വിഷയത്തിലടക്കം ഈ വിമർശനങ്ങൾ ഉന്നയിച്ച് നിൽക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തെ വീണ്ടും അദ്ദേഹത്തിന് ഒരു അപകടം പറ്റുകയും വീണ്ടും അദ്ദേഹം മുഖ്യമന്ത്രിയുമായി നേരിട്ട്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് അദ്ദേഹത്തെ കാണുന്ന ഒരു രീതിയിൽ ആ അകൽച്ചയുടെ മഞ്ഞുരുകിയോ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു എല്ലാ ഘട്ടത്തിലും വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും മുഖ്യമന്ത്രിയെ കൗണ്ടർ ചെയ്ത ഒരു കാര്യങ്ങൾ പറയുന്ന രീതി ജി സുധാകരൻ ഇല്ലായിരുന്നു. ആ അകൽച്ചയുടെ മഞ്ഞ് ഇരുവർക്കും തമ്മിൽ ഇടയിൽ ഉരുകിയോ എന്നുള്ള ആണ് നമുക്ക്
നമുക്ക് ഉള്ള പ്രധാന ചോദ്യമായി മുന്നിൽ നിൽക്കുന്നത്. അതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയും അദ്ദേഹത്തെ വീട്ടിലെത്തി വന്ന് കണ്ടതിന് പിന്നാലെയാണ്, ആഴ്ചകളുടെ വ്യത്യാസത്തിലാണ് G സുധാകരനെ ആലപ്പുഴയുടെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള 6 അംഗ സമിതിയിലേക്ക്, ഏറ്റവും മേൽ കമ്മിറ്റിയിലേക്ക് സുധാകരനെ പ്ലേസ് ചെയ്തുകൊണ്ടുള്ള സർക്കുലർ CPM-ന്റെ ഭാഗത്ത് നിന്ന് എല്ലാ ഏരിയ കമ്മിറ്റികളിലേക്കും പോയത് എന്നുള്ളതാണ്. അതൊരിക്കലും ആലപ്പുഴയിലെ പാർട്ടി നേതൃത്വത്തിൻ്റെ താല്പര്യമല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം CPM-ന്റെ ജില്ലാ സമ്മേളനം നടന്നിട്ട് G സുധാകരനെ നേരിട്ട് പോയി ക്ഷണിക്കാത്തവർ എങ്ങനെയാണ് ആലപ്പുഴയിലെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിൻ്റെ കോർ കമ്മിറ്റിയിലേക്ക് സുധാകരനെ, 6 അംഗ സമിതിയിലേക്ക്, തീരുമാനങ്ങൾ എടുക്കേണ്ട 6 അംഗ സമിതിയിലേക്ക് G സുധാകരനെ കൊണ്ടുവയ്ക്കുക എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കമ്മിറ്റിയിലുള്ളത് സജി ചെറിയാനുണ്ട്, തോമസ് ഐസക്കുണ്ട്, CB ചന്ദ്രബാബു ഉണ്ട്, R നാസറുണ്ട്, CS സുജാതയുണ്ട്, ഒപ്പം G സുധാകരനും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രമുഖരായ ആ നേതാക്കൾക്കിടയിൽ ഏറ്റവും സീനിയറായ G സുധാകരനും തോമസ് ഐസക്കും കൂടി ഉൾപ്പെട്ട ഒരു കമ്മിറ്റി വരുന്നത് ആലപ്പുഴയുടെ തെരഞ്ഞെടുപ്പിൽ തന്നെ അത് വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ളതാണ്. മറിച്ച് അതിനും അപ്പുറത്തേക്ക് സുധാകരനെ മത്സരിപ്പിക്കുന്ന ഒരു ആലോചനയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ള സൂചന നമുക്ക് ലഭ്യമാവുന്നുണ്ട്. എന്തായാലും അമ്പലപ്പുഴ എന്നുള്ളത് ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഷുവർ സീറ്റല്ല. ആ സീറ്റിൽ, സിറ്റിംഗ് സീറ്റിൽ MLA-മാരെ മാറ്റി മറ്റിടങ്ങളിലേക്ക് മാറ്റുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കായംകുളവും പരിഗണിക്കാവുന്ന മണ്ഡലമാണ്. G സുധാകരന് വേണ്ടി അമ്പലപ്പുഴയും കായംകുളവും പരിഗണിക്കാവുന്ന ഇടങ്ങളാണെന്നുള്ള ആലോചനകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഏറ്റവും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു മൂവ് G സുധാകരനെ ഈ 6 അംഗ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നത് തന്നെയാണ് എന്ന് പറയാം. അത് ആരും പ്രതീക്ഷിക്കാത്തൊരു നീക്കമായിരുന്നു. അങ്ങനെ ഒരു 6 അംഗ സമിതിയിലേക്ക് എല്ലാ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്നു, ജില്ലയിലെ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്നു എന്നൊക്കെ ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് ഏറ്റവും ഉന്നതാധികാര സമിതിയായ ജില്ലയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിത്വം അടക്കമുള്ള കാര്യങ്ങൾ, നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന 6 അംഗ സമിതിയിലേക്ക് സുധാകരൻ വരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു മറ്റൊരു സൂചനയാണ്. അത് നിലവിൽ ഉള്ള എത്ര വിമർശനങ്ങൾ നമ്മൾ ഉന്നയിക്കുമ്പോഴും G സുധാകരനൊക്കെ നേതൃത്വത്തിൽ നിന്ന് നയിച്ച ആലപ്പുഴയിലെ CPM മറ്റൊരു CPM ആയിരുന്നു. വളരെയധികം അച്ചടക്കമുള്ള ഒരു പാർട്ടിയായിരുന്നു. ഇത്തരത്തിലുള്ള യാതൊരു എഫക്റ്റും അവസാന ഘട്ടം വരെയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ നേതാക്കന്മാരുടെ അഭാവം BJPക്ക് അടക്കം വലിയ വളർച്ച ഉണ്ടാക്കി. സജി ചെറിയാനൊക്കെ മുന്നിൽ നിന്ന് നയിക്കുമ്പോഴും അവർക്ക് എല്ലാവരെയും കൊണ്ടുപോകാനുള്ള കഴിവ് ഇല്ല എന്ന് തന്നെ തുറന്നു പറയേണ്ടി വരും. ഈ ഓരോരോ ധ്രുവങ്ങളായി, ഓരോരോ അധികാര കേന്ദ്രങ്ങളായി ഭിന്നിച്ചു നിന്നുകൊണ്ട് ആ ഒരു കേഡർ സ്വഭാവത്തിൽ നിന്ന് മാറി നിൽക്കുന്ന പാർട്ടിയാണ് ഇപ്പോഴത്തെ ആലപ്പുഴയിലെ CPM. അത് തിരിച്ചു വരേണ്ട സാഹചര്യമുണ്ട്. ചെങ്ങന്നൂരൊക്കെ വലിയ തിരിച്ചടി നേരിട്ടു. ജില്ലയിലെ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്ന സജി ചെറിയാന്റെ മണ്ഡലത്തിൽ 9 പഞ്ചായത്തുകളിൽ 5 ഇടങ്ങൾ BJP ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു പോക്കല്ല. അതിൽ വലിയൊരു അടിയൊഴുക്ക് CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. കുട്ടനാടൻ മേഖലകളിലുണ്ടായ തിരിച്ചടി, മറ്റിടങ്ങൾ കായംകുളത്തുണ്ടായ BJPയുടെ വളർച്ച, ഇതൊക്കെ ഒരു 5 വർഷത്തെ കാലയളവിൽ ഉണ്ടായ മാറ്റമാണ്. ആ മാറ്റത്തിന് നേതൃത്വത്തിൽ ആളില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആ നേതൃത്വത്തിൻ്റെ പിഴവ് തന്നെയാണ്. ഈ പിഴവുകൾ പരിഹരിക്കപ്പെടണം എന്നുള്ള നീക്കം തന്നെയാണ് പാർട്ടിയുടെ. ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് CPM വരുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഉയരുന്നു. എന്തായാലും തോമസ് ഐസക്കിൻ്റെയും G സുധാകരൻ്റെയും പേരുകൾ ആലപ്പുഴയിൽ നിന്നല്ല, അത് സ്റ്റേറ്റ് ലീഡർഷിപ്പിൽ നിന്ന് തന്നെ ആ പേരുകൾ വീണ്ടും ചർച്ചയാക്കപ്പെടുന്നു. ഇനി വരാൻ പോകുന്ന സസ്പെൻസ് പട്ടികയിൽ ഇവർ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ്. തോമസ് ഐസക് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. G സുധാകരൻ ആലപ്പുഴയുടെ ജില്ലയിലെ പാർട്ടി തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. 5 വർഷത്തിന് ശേഷം സജീവ പ്രവർത്തനത്തിലേക്ക്, സജീവ രാഷ്ട്രീയ പ്രവർത്തനം DC ഓഫീസിലേക്ക് എനിക്ക് തോന്നുന്നു G സുധാകരൻ ഇപ്പോഴുള്ളത് DC-ക്ക് നേരിട്ട് നിയന്ത്രണമുള്ള ജില്ലാ കോടതി ബ്രാഞ്ചിലാണ്. ആ ബ്രാഞ്ചിൽ നിന്നും ആലപ്പുഴ ജില്ലയുടെ തെരഞ്ഞെടുപ്പ് മുഴുവൻ നിയന്ത്രിക്കുന്ന ഏറ്റവും സീനിയർ നേതാക്കൾ, ഇപ്പോൾ അവിടെ ഉള്ള ആ കമ്മിറ്റിയിലുള്ള ഏറ്റവും സീനിയർ നേതാവായി G സുധാകരൻ വരുമ്പോൾ G സുധാകരൻ്റെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു കമ്മിറ്റിയിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ അതെങ്ങനെ ആലപ്പുഴ ജില്ലയിലെ പാർട്ടി നേതൃത്വം ഈ സർക്കുലർ ഇറങ്ങിയെങ്കിലും സുധാകരനെ നേരിട്ട് പോയി കാണുകയോ ഈ കമ്മിറ്റികളിലേക്കുള്ള കാര്യങ്ങളിലേക്ക് ഉള്ള അറിയിപ്പുകളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ നൽകിയിട്ടില്ല. ഇനി സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആ ഇടപെടൽ ആലപ്പുഴയിലെ നേതൃത്വം ഇടപെട്ട് ചവിട്ടി ഒതുക്കുമോ എന്നുള്ള ചോദ്യം മുന്നിൽ നിൽക്കുന്നുണ്ട്. കാരണം സർക്കുലർ ഇറങ്ങിയിട്ട് ആഴ്ചകളായി. G സുധാകരൻ ഇന്നലെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിലേക്ക്, പൂർണ്ണമായ ആരോഗ്യസ്ഥിതിയിലേക്ക് അദ്ദേഹം മടങ്ങി വന്നിട്ടുണ്ട്. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ കാല് ഒരു ആക്സിഡന്റ് പറ്റി ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലായിരുന്നു. ഇന്നലെ പ്ലാസ്റ്റർ എടുത്ത് അദ്ദേഹം സജീവ പ്രവർത്തനത്തിലേക്ക്, ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്.